ഇതാണ് കെ അനിൽകുമാറിൻ്റെ വാക്കുകൾ. ശ്രീ നിജേഷ് അരവിന്ദ്, ഹൈക്കോടതിയെ ഞങ്ങൾ കുറ്റം പറയില്ല, പക്ഷേ ഹൈക്കോടതി ഇങ്ങനെ ആയിരുന്നില്ല പറയേണ്ടത്. പിന്നെ അടച്ചിട്ട മുറിയിൽ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയതിനെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, കെ അനിൽകുമാറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രശാന്തിൻ്റെ രാജി മാത്രമല്ലല്ലോ, പ്രശാന്തിൻ്റെ അറസ്റ്റ് കൂടിയാണല്ലോ. അല്ല, CPM ഏത് കാര്യത്തിലും അവരുടേതായ ഒരു അന്വേഷണ കമ്മീഷനുണ്ട്. ആ അന്വേഷണ കമ്മീഷനാണ് അവർക്ക് ആവശ്യം. സഖാവ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോൾ CPM അന്വേഷണം നടത്തി അവർ പ്രഖ്യാപിച്ചു ഇന്ന ആളുകളൊക്കെയാണ് പ്രതി. ഹൈക്കോടതി ശിക്ഷിച്ച ആളുകളൊന്നും പ്രതിയല്ല. ഇനി ദേവസ്വം ബോർഡിന്റെ മോഷണത്തിലും CPM ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാവും. അവരന്വേഷണ കമ്മീഷൻ വെക്കും, എന്നിട്ട് അവസാനം അതിന്റെ വിധി പ്രഖ്യാപിക്കും. എന്നാൽ മിസ്റ്റർ അനിൽകുമാർ, കേരളത്തിൽ ഒരു നീതി ഉണ്ട്, നീതി നടപ്പിലാക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ട്. ആ സിസ്റ്റത്തിന്റെ അടിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ ആദ്യഘട്ടത്തിൽ ചർച്ച വന്ന സമയത്ത് ഇത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. താങ്കൾ തന്നെ നമ്മൾ ഒരുമിച്ചുള്ള ചർച്ചയിൽ പറഞ്ഞു ഒരുപാട് സ്വർണം അധികമാണ് കിട്ടിയതെന്ന് പറഞ്ഞു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ദേവസ്വം ബോർഡിനെ പ്രതിയാക്കുന്നു, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കുന്നു. അപ്പൊ പറഞ്ഞു 2019 അന്വേഷിക്കട്ടെ. ഇപ്പൊ അതാ ഇന്നലെ 25 നിൽക്കുന്നു. ഇപ്പോഴത്തെ ബോർഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, അവരുടെ പങ്കാളിത്തം പറഞ്ഞിരിക്കുന്നു. ഒരല്പം മാന്യത ഉണ്ട് എങ്കിൽ ഒന്ന് രാജിവെച്ച് പുറത്തുപോയി ഒരു നല്ല അന്വേഷണത്തിന് കളമൊരുക്കാൻ CPM ലീഡർഷിപ്പ് തയ്യാറാവണം. നമ്മളൊക്കെ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വിശ്വാസികളെ അമ്പലവും വിശ്വാസികളൊക്കെ വിശ്വാസമുള്ളവരുടേതാണ്. അല്ലാത്തവർക്ക് അവിടെ കൈയിട്ട് വാരാൻ തോന്നും. ആ കൈയിട്ട് വാരാൻ തോന്നുന്ന ആളുകളെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തത് ഈ ദേവസ്വം ബോർഡാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ഓരോ മെയിൽ അയക്കുന്നു, പോറ്റി അയക്കുന്ന ഓരോ മെയിലും അത് സംവിധാനം ചെയ്യുന്നത് അതിനകത്ത് വെച്ചാണ്. 2024 ഗാന്ധി ജയന്തി ദിനത്തിൽ മെയിൽ അയച്ചു, അതിനകത്ത് ലോക്കറിനകത്തോ ഏതോ അറയ്ക്കകത്തോ കുറച്ച് ദ്വാരപാലക ശില്പം കൂടിയുണ്ട്, അത് എനിക്ക് ഉടനെ തന്നെ തന്നു കഴിഞ്ഞാൽ എൻ്റെ പഴയ പ്രശ്നം തീരുമായിരുന്നു എന്നൊക്കെ മെയിൽ അയക്കുന്ന ഒരാൾ, ഒരു പോറ്റി, എങ്ങനെയാണ് അത് വന്നു ചേരുന്നത്? അതൊന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ ഞങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളൂ. മിസ്റ്റർ അനിൽകുമാർ, ഞങ്ങൾ പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിലേതെങ്കിലും ഒരു അറ്റം കണ്ടിട്ട് മാത്രമേ ശബരിമലയിലെ കള്ളന്മാരെ, കള്ളന് കഞ്ഞി വെച്ചവരെ, കള്ളന് കൂട്ടാളികളെ ന്യായീകരിക്കുന്നവരെയൊക്കെ നിയമത്തിന്റെ മുന്നിലേക്കും ജനകീയ കോടതിയിലും എത്തിച്ചതിന് ശേഷം മാത്രമേ തൽക്കാലം ഞങ്ങൾ പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, എങ്ങനെയുണ്ടായിരുന്നു അനിൽകുമാറിന്റെ വിശദീകരണം? അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ വിശദീകരണമാണ്. അദ്ദേഹം സാധാരണ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്തെല്ലാം തന്നെ അരി എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയറഞ്ഞാഴി എന്ന് പറയുന്ന അതേ തരത്തിൽ തന്നെയുള്ള പ്രതികരണമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന് ഇതിൽ എത്രത്തോളം സ്വർണമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൽ നിന്ന് കവർന്നെടുത്തത് എന്നതിനെക്കുറിച്ച് അതിൽ ഒരു പരാമർശവും ഇല്ല എന്നൊക്കെ വളരെ ആധികാരികമായിട്ട് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇവരുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കൂ. ഇവർക്ക് ഒന്നാമതായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടത് സർക്കാരിനെയാണ്. സർക്കാരിന്റെ ഭാഗത്തോ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തോ പ്രശ്നമില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യേണ്ടി വരുന്നു? ദേവസ്വം ബോർഡിനെ ന്യായീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ മാറ്റുകയല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ തുടർച്ച കൊടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ആരോപണം വന്നിരിക്കുന്ന ഒരാളിനെ വീണ്ടും ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നത് ശരിയാണോ എന്ന് ശ്രീ മഞ്ജുഷ് ചോദിക്കുമ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പൊ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ഭരണസമിതിയെയും അതിന്റെ പ്രസിഡന്റിനെ വിശിഷ്യ അദ്ദേഹത്തിന് പിന്തുണയ്ക്കേണ്ടി വരുന്നു. പക്ഷേ പ്രശാന്തിനെ പിന്തുണയ്ക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തിന് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്ന ആളിനെ കൂടി പിന്തുണയ്ക്കേണ്ടുന്ന ഒരു ദുരന്താവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥ വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ കോൺട്രാക്ട് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് അനാവശ്യമായിട്ട് സ്വർണം അടിച്ചുകൊണ്ടുപോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് നിങ്ങളുടെ മാത്രം ധാരണയാണ്, നിങ്ങൾക്ക് വട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം അതിൽ എത്രത്തോളം സ്വർണമാണ് അദ്ദേഹം അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും പറയാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല. അതേസമയം മറ്റു പല ഇടത് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്താ ചെയ്യുക? അവരെല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലേക്ക് കുറ്റം വെച്ചിട്ട്, അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് കുറ്റം വെച്ചിട്ട് സർക്കാരിനെയും ദേവസ്വം ബോർഡിലേക്കുള്ള പൊളിറ്റിക്കൽ നോമിനികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അത് പറ്റില്ല, കാരണം ഹൈക്കോടതി തന്നെ നിരീക്ഷണം നടത്തുകയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ റിപ്പോർട്ട് കണ്ടതിന് ശേഷമായിരിക്കുമല്ലോ ഹൈക്കോടതി ഇത്രയും കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തിയാൽ, അപ്പോൾ അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കുറ്റം ആരോപിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രശാന്തുമൊക്കെ ആയിട്ടുള്ള ബന്ധം അവിടെ പറയേണ്ടി വരും. അതുകൊണ്ടിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സീനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്
മാറ്റാനും പറ്റില്ല, അങ്ങനെയും സംഭവിക്കുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ പ്രതിയാണ്. അപ്പോൾ ചെകുത്താനും കടലിനും നടുക്കാണ്. പക്ഷേ എങ്കിലും ന്യായീകരണത്തിന് ഒരു കുറവുമില്ല. അല്ല, അവിടെ ഇവർക്ക് പറ്റുന്ന ഒരേ ഒരു മാർഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു നോ എൻറ്റിറ്റിക്ക് ശബരിമലയിൽ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വരും. ആ ചോദ്യത്തിന് CPM മറുപടി പറയുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് അവർക്ക് ആദ്യമൊക്കെ നിഷേധിച്ചുവെങ്കിലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥ വരികയാണ്. അതല്ല എങ്കിൽ ആ സ്വർണം അദ്ദേഹം അവിടെ നിന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ചിട്ട് അയാൾ സ്വർണം കൈയടക്കി തട്ടിയെടുത്തു എന്ന് പറയാം. പക്ഷെ അത് പറയാൻ പറ്റുമോ? യുക്തിസഹമായിട്ടുള്ള കാര്യമാണോ അത്? അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ദേവസ്വം ബോർഡാണ്. അപ്പോൾ അതിന്റെ മെഷർമെന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതും മഹസറിൽ അത് രേഖപ്പെടുത്തേണ്ടതും രജിസ്റ്ററിലാക്കേണ്ടതും ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ദേവസ്വം ബോർഡിന്റെയാണ്. അവിടെ അതിൻ്റെതായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ, അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ച് കോടതി തന്നെ ഈ ഉത്തരവിൽ പറയുന്നത് എന്താണ്? ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ, ഇതിന്റെ നിയന്ത്രണം, അതിന്റെ സംരക്ഷണം അത് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇതൊരു കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് എങ്കിൽ ആ ഗൂഢാലോചനയിൽ അന്വേഷണം വരേണ്ടത് എവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട്. ബോട്ടം അപ്പ് അല്ല, ടോപ്പ് ഡൗൺ അന്വേഷണം നടക്കണമെന്നാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ ഭരണ രംഗത്തുള്ള അതിന്റെ അധികൃതരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തുടങ്ങി താഴോട്ട് അതിന്റെ അന്വേഷണം ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒഫീഷ്യൽ ആരാണ്? അത് പ്രശാന്താണ്. അപ്പൊ ആ പ്രശാന്ത് മുതൽ താഴോട്ടുള്ള ആൾക്കാരിലേക്ക് അന്വേഷണം പോകണമെന്നാണ് പറയുന്നത്. അത് അതേപടി ടോപ്പിലിരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, ദേവസ്വം മന്ത്രി കൂടിയുണ്ട്. പക്ഷേ അത് നമുക്ക് ആ രീതിയിൽ ഭരണതലത്തിലായതുകൊണ്ട് വേണമെങ്കിൽ വേണമെങ്കിൽ അവർക്ക് എക്സ്ക്യൂസ് പറഞ്ഞു നിൽക്കാം. നിലവിൽ പ്രശാന്തിനെതിരെയുള്ള പരാമർശം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. വകുപ്പിനെതിരെയോ അല്ലെങ്കിൽ അതിന്റെ മന്ത്രിക്കെതിരെയുള്ള പരാമർശമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം വളരെ പ്രസക്തമാണ് മഞ്ജുഷ്. ഈ ചർച്ചകളുടെ എല്ലാം ആണിക്കല്ല് എന്ന് പറയുന്നത് അതാണ്. അതായത് ഈ സ്വർണം മാറി ചെമ്പ് തെളിഞ്ഞപ്പോ 2019 തട്ടിപ്പ് പുറത്താകാതിരിക്കാൻ ഇത്തവണ രഹസ്യമായി, ആ വാക്ക് വളരെ പ്രസക്തമാണ്, രഹസ്യമായി ഈ പണി വീണ്ടും പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഏൽപ്പിച്ച് സീസൺ തുടങ്ങുമ്പോഴേക്ക് ഇത് തിരിച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് അവിടെ നടന്നത്. അവിടെ അനിൽകുമാർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അനിൽകുമാർ പറഞ്ഞത് ഞങ്ങൾ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല, പോറ്റിയുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടുമില്ല, അവിടെ സ്മാർട്ട് ക്രിയേഷൻസുമായിട്ടുള്ള ഇടപാടാണെന്ന്. എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അല്ലെങ്കിൽ വിജിലൻസിന്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പോറ്റി ഇത് കൊണ്ടുപോകാൻ തന്നെ ആയിരുന്നു ഇരുന്നത്. ഈ ഉത്തരവിൽ പറയുന്നത് അനുസരിച്ച് തന്നെയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇളക്കി പോറ്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം. പക്ഷെ അത് അവസാനം പോറ്റി അല്ല കൊണ്ടുപോയത് എന്നതിന് നേരത്തെയുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കാരണം പറയുന്നുണ്ട്. എന്തായിരുന്നു ആ കാരണം? താൻ ഇത് ഒറ്റയ്ക്ക് കൊണ്ടുപോകുമെന്നും തന്റെ കൂടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർ വരികയാണെങ്കിൽ അവരുടെ ചെലവ് താൻ എടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള തിരുവാഭരണം കമ്മീഷണർ പറയുന്നത് അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ പോകുന്ന ആൾക്കാർക്ക് ഊണും വണ്ടിക്കോലിയും പോറ്റി മേടിച്ചു കൊടുക്കാമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇതിപ്പോ പോറ്റി ഉൾപ്പെടെ എല്ലാവരും കൂടെ സംഘം ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും അത് ന്യായീകരണത്തിന് ഒരു അവസരം ഉണ്ടാക്കി. കാരണം പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല, പക്ഷേ പോറ്റിയുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തു, അവിടെ നിന്ന് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിലേക്കും. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കൾ കേൾക്കാമല്ലോ അല്ലേ? ഹസ്കർ കേൾക്കാം. ഹസ്കർ, ഇത് ഏത് വിധത്തിൽ ന്യായീകരിക്കാൻ പറ്റും ഹസ്കർ? കാരണം ഹൈക്കോടതി വളരെ സുവ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെയാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തോട് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിധിയാണ്. അപ്പോൾ ആ വിധിയിൽ ഹൈക്കോടതി സ്വാഭാവികമായിട്ടും ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ ഏതാനും ഭാഗങ്ങൾ കൂടി ഉദ്ധരിച്ചായിരിക്കുമല്ലോ ഈ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കാളിത്തം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്.